ചിറക്കൽ കാളിദാസൻ. സമീപ ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉയരക്കേമൻ എന്ന അംഗീകാരം കയ്യെത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ഗജരാജൻ. ജന്മം കൊണ്ട് കർണാടക വംശജനാണ് കാളിദാസൻ. കർണാടകത്തിലെ ഏതോ കാട്ടിൽ പിറന്നു വളർന്നവനെ പ്രമുഖ ആനവ്യാപാരിയായ മനിശ്ശേരി ഹരിയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. വണ്ണത്തെക്കാളേറെ ഉയരത്തിലും തലയെടുപ്പിലും മികച്ചു നിൽക്കുന്ന ഒറ്റപ്പാളി ആനകളുടെ ഗണത്തിൽപ്പെടുന്നവനാണ് കാളിദാസൻ. 30-ന് താഴെ മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഏതാണ്ട് 10 അടിയോളം എത്തുന്ന ഉയരം. ഇന്ന് മലയാളക്കരയിലെ ഏറ്റവും ഉയരമുള്ള ആനകളുടെ നിര പരിശോധിച്ചാൽ തീർച്ചയായും ആദ്യത്തെ 10-12 പേരിൽ ഒരാൾ എന്ന ബഹുമതിയും കാളിദാസനുണ്ടാകും. കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ മികച്ച ഉയരക്കേമൻ എന്ന തിളക്കം പരിഗണിച്ചാവും നല്ലൊരു ശതമാനം ആനപ്രേമികൾക്കിടയിൽ ഇവൻ ജൂനിയർ തെച്ചിക്കോട് എന്ന പേരിലും അറിയപ്പെടുന്നത്. മീശമുളയ്ക്ക് മുമ്പ് തന്നെ കേരളത്തെ മുഴുവൻ കാൽച്ചോട്ടിലാക്കാൻ പോന്ന തലയെടുപ്പും ഉയരപ്രാവീണ്യവും ഒത്തുകിട്ടിയതുകൊണ്ടാവാം കാളിദാസൻ ശരിക്കും ഒരു കാതലുള്ള ധിക്കാരി തന്നെയാണ്. എന്നുവെച്ചാൽ ഉടമയായാലും പാപ്പാനായാലും അതല്ല പൊതുജനമായാലും ശരി, ആരും ഒരു പരിധിക്കപ്പുറം തൊട്ടും പിടിച്ചും കളിക്കാൻ വന്നേക്കരുതെന്ന പിടിവാശിയുള്ളവൻ. ചിറക്കൽ കാളിദാസൻ്റെ തലയെടുപ്പിനും താരത്തിളക്കത്തിനും ഇന്ന് കേരളം അങ്ങോളം ഇങ്ങോളം ആരാധക ലക്ഷങ്ങൾ. തൃക്കടവൂർ ശിവരാജു. ആനയും ആനച്ചന്തവും ആനക്കമ്പവും മധ്യകേരളമെന്ന തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ മാത്രം കുത്തകയെന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ തിരുവിതാംകൂറിൻ്റെ തിരുമുറ്റത്ത് നിന്നൊരു ഉശിരൻ പോരാളി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഗജരാജസേനയിലെ ഉയരക്കേമൻ, ആനക്കമ്പക്കാരെ അടിത്തൊട്ട് മുടിയോളം ആവേശഭരിതനാക്കുന്ന അനിതര സാധാരണമായ തലയെടുപ്പും ഇവൻ രാജു, തൃക്കടവൂർ ശിവരാജു. 10 അടിയോടടുത്ത ഉയരക്കേമത്വം, എന്നാലോ ഇരിക്കസ്ഥാനത്തിൻ്റെ ഉയരത്തേക്കാൾ കുറഞ്ഞ് ഒരടിയെങ്കിലും മേലെ നിൽക്കുന്ന തലയെടുപ്പ്. ഒപ്പം സഹ്യപുത്രന്മാരുടെ തനത്മേന്മകൾ എന്ന് പരക്കെ വാഴ്ത്തപ്പെടുന്ന അംഗോപാംഗ ലക്ഷണത്തികവുകളുടെ ചേരുംപൊടി ചേർച്ചയും. കൊല്ലം ജില്ലയിലെ വിഖ്യാതമായ തൃക്കടവൂർ ക്ഷേത്രത്തിലെ ആന ക്ഷിപ്രസാദിയും ക്ഷിപ്രകോപിയുമായ തൃക്കടവൂരപ്പൻ ഏട്ടുകരക്കാർ ചേർന്ന് നടക്കിരുത്തിയ ആനക്കുട്ടി. ഇന്നിപ്പോൾ തൃക്കടവൂർ ക്ഷേത്രത്തിൻ്റെ നാമം തിരുവിതാംകൂറിൻ്റെ അതിരുകളും കടന്ന് കേരളം അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ രാജു എന്ന ഓമനപ്പേരിൽ നാട്ടുകാർ വിളിക്കുന്ന ശിവരാജു തന്നെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്നിപ്പോൾ മലയാളികൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ആനകളിലൊന്നാണ് ശിവരാജു. വടക്കൻ നാട്ടിലേക്ക് അങ്ങനെ കാര്യമായൊന്നും കടന്നു വരാറില്ലാത്ത ശിവരാജുവിനെ നേരിട്ട് കാണാൻ തൃശ്ശൂരിലെയും പാലക്കാടിലെയും എത്രയോ ആനപ്രേമികൾ തൃക്കടവൂർ ക്ഷേത്രത്തിലേക്കും ശിവരാജുവിൻ്റെ എഴുന്നള്ളിപ്പുള്ള തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്കും അടുത്ത കാലത്തായി അനുദിനമെന്നോളം എത്തുന്നുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഉത്സവനഗരിയുടെ ഹരവും ആവേശത്തിമിർപ്പുമായ ആനചക്രവർത്തി. പൂരപ്പറമ്പുകളിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉത്സവ കേരളത്തിന് കേവലം ഒരാനയെന്നതിലപ്പുറം ഒരവതാര പെരുമ തന്നെയാണ്. കണ്ടംപിള്ളി ബാലനാരായണൻ്റെ നിര്യാണത്തോടെ മലയാള മണ്ണിലെ ഉയരത്തമ്പുരാൻ എന്ന അപൂർവ ബഹുമതിയും ഇന്ന് രാമചന്ദ്രന് സ്വന്തം. സമാനതകളില്ലാത്ത ഉയരം, ആരാധകരെ ആവേശത്തിമിർപ്പിലാറാടിക്കുന്ന തലയെടുപ്പും ഒത്ത നിലവും, എല്ലാത്തിനുമുപരി എത്ര വലിയ ജനസഞ്ചയത്തിന് നടുവിലും തല ഉയർത്തി പിടിച്ചു നിന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് പുരുഷാരത്തിൻ്റെ കണ്ണുകളത്രയും തന്നിലേക്ക് വലിച്ചു പറിച്ചെടുക്കാൻ പോന്ന ആകാരപ്പെരുമ. ഇതൊക്കെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ചില സവിശേഷതകൾ. മംഗലം കുന്ന് കർണൻ. തലയെടുപ്പിൻ്റെ തലതൊട്ടവൻ, ഉത്സവ കേരളത്തിൻ്റെ വീരകേസരി. ഇതാണ് മംഗലം കുന്ന് കർണൻ. അപ്പുറം ഇപ്പുറം നിലമുറപ്പിക്കുകയും ഇഞ്ചോടിഞ്ച് മത്സരിക്കുകയും ചെയ്യുന്ന ആനക്കേമന്മാരെക്കാൾ എല്ലായ്പ്പോഴും ഉയർന്നു പാറുന്ന ശിരസ്സുമായി ആരാധകരുടെ ഹൃദയം കവർന്ന കാർമേഘവർണ്ണം. ആനകളുടെ ഉയരമളക്കുന്ന ഇരിക്കസ്ഥാനത്തിൻ്റെ അളവെടുത്താൽ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള 10-15 ആനകളുടെ ഗണത്തിൽ പോലും മംഗലം കുന്ന് കർണൻ ഇടം പിടിച്ചേക്കാമെന്നില്ലെങ്കിലും കൊടികെട്ടിയ ഉയരക്കേമനെയും പകരം വയ്ക്കാനില്ലാത്ത തൻ്റെ തലയെടുപ്പിൻ്റെ മാസ്മര പ്രഭാവത്തിലൂടെ നിഷ്പ്രദമാക്കി മാറ്റാൻ പോന്ന മംഗലം കുന്ന് കർണൻ ആദ്യം മനിശ്ശേരി കർണനായിരുന്നു. അതെ, ഒത്തിരി ആനത്താരങ്ങളെ മലയാള മണ്ണിലേക്ക് വരവേറ്റിട്ടുള്ള മനിശ്ശേരി ഹരിയാണ് മംഗലം കുന്ന് കർണനെ കണ്ടെത്തുന്നതും കൊണ്ടുവരുന്നതും. പാമ്പാടി രാജൻ.
സഹ്യപുത്രന്മാരുടെ സൂര്യതേജസ്സും കല്ലിൽ കൊത്തിവെച്ച ലക്ഷണപ്പെരുക്കങ്ങളും കൊണ്ട് 14 ലോകങ്ങളെയും സ്വന്തം കാൽച്ചോട്ടിലാക്കുന്ന ഗജരാജ പ്രജാപതി. ഇവൻ അക്ഷരനഗരി എന്ന കോട്ടയം ജില്ലയുടെ അഭിമാന താരം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനക്കേമന്മാരുടെ പട്ടികയെടുത്താൽ തീർച്ചയായും അതിൽ മുൻനിരയിലുള്ള ആനകളിൽ പ്രധാനിയും പാമ്പാടി രാജൻ തന്നെയായിരിക്കും. ഇത്തിരിയില്ലാത്ത പ്രായത്തിൽ പഴയൊരു വാരിക്കുഴിയിൽ വീണ് കോടനാട് ആനക്കളരിയിലെത്തുകയും പിന്നെ നാട്ടാനപ്പർവ്വത്തിൻ്റെ പാടാവലികൾ പഠിച്ചിറങ്ങി ലേലത്തിന് വയ്ക്കുകയും ചെയ്ത ആനക്കുട്ടിയെ കോട്ടയം പാമ്പാടി മൂടങ്കല്ലിൽ ബേബി സ്വന്തമാക്കുകയും ചെയ്തതോടെയാണ് അവൻ പാമ്പാടി രാജനാകുന്നത്. ഒരിക്കൽ മംഗലാപുരത്ത് തടിക്കൂപ്പുകളിൽ വൻമരങ്ങളോട് മല്ലിട്ട് ചോര നീരാക്കുകയായിരുന്ന രാജനാനയെ കണ്ടെത്തി ഉത്സവ കേരളത്തിലേക്ക് ആനയിക്കുന്നതിൽ ചറായി ബാലൻ മാഷിൻ്റെയും എഴുന്നള്ളിപ്പ് കലകളിൽ സ്വന്തമായി ഒരിടം വെട്ടിപ്പിടിക്കാൻ രാജനെ പ്രാപ്തനാക്കുന്നതിൽ രാമപുരം സ്വദേശിയായിരുന്ന ആനപ്പാപ്പാൻ സാജൻ്റെയും പങ്ക് വിലപ്പെട്ടതാണ്.